ദിൽജിത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓടുന്നതന്നെ ഭാഗ്യം. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ, പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ല്. ഇവരെ ഞാൻ എവിടെയോ ഞാനിവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. താങ്ക് യു, താങ്ക് യു. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലെ പിക്ചറിന്റെ അവസ്ഥയാണ്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അടികോയിൽ എതற்கு தெய்வங்கள் எதற்கு உனது புன்னகை போதுமடி இந்த மண்ணில் இது போல் யாரும் இங்கே எங்கும் வாழவில்லை என்று தோன்றுதடி. എന്താ ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. ഇനി നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടോ. സോ ഗൈസ്, നമ്മൾ ഇന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു 1.5 വർഷത്തിന് ശേഷം നമ്മുടെ ദിൽജിത്ത് മാൾട്ടയിൽ നിന്ന് വന്നേക്കേണ്ട ഒരു കുഞ്ഞു വെക്കേഷൻ ആയിട്ട്. അപ്പോൾ ദിൽജിത്തിനെ നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നേക്കാണ്. ഏകദേശം ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു സർപ്രൈസ് വീഡിയോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതും ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. ദിൽജിത്ത് 2-3 ഫ്രണ്ട്സിനോടും പിന്നെ ഇവളോട് ആദ്യം ഗ്രീഷ്മയോട് പറയണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ സംഭവമുണ്ട്, അതുകൊണ്ട് മാത്രം അവളോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവളും സർപ്രൈസ് ആയേനെ. അപ്പോൾ നമ്മളെല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കാൻ പോവാണ്. ദിൽജിത്ത് 2-3 ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ എയർപോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. ഏയ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാ ഗ്രീഷ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സർപ്രൈസ് ഗ്രീഷ്മയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മ ആകെ കിളി പോയിട്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. കുറച്ച് നിമിഷങ്ങളും കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. നമ്മുടെ ചച്ചു ഉണ്ട് കേട്ടോ ഇവിടെ കൂടെ. ചച്ചുവിനെ എങ്ങനെ മനസ്സിലായി? എന്ത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ? ചച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടാ എവിടേക്കാ പോണേന്നൊന്നും. പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണുണ്ടപ്പോ അവന് മനസ്സിലായി കാര്യം എന്താന്നുള്ളത്. കാത്തിരിപ്പിന്റെ വിരാമത്തിനൊടുവിൽ ഗ്രീഷ്മ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞാള്. അത് കാരണം പാവം ഞാൻ പറയായിരുന്നു കാത്തിരുന്ന് ബോറടിച്ചിട്ടുണ്ട്. ചച്ചുക്കുച്ചുവിന് ഇപ്പൊ കാര്യം മനസ്സിലായി. ഞാനിപ്പോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഗ്രീഷ്മ സർപ്രൈസ് കേട്ട് കിളി പോയിരിക്കുന്നു. ദിൽജിത്തിനെ കൊണ്ടുവരാൻ പോവേണാന്ന്. ദിൽജിത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് ഗ്രീഷ്മത പൂ വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എനിക്കറിഞ്ഞിട്ട് കിളി പോയി പൂവൊക്കെ കൊടുത്താണ് ദിൽജിത്തിനെ വരവേക്കാൻ പോണത്. പോവാ, പയ്യെ പോയാ മതിയാ. കാത്തിരിക്കാൻ വയ്യെന്ന്, സമയം വേഗം പോണു. വേറെ ആരും കാണരുത്, ഗ്രീഷ്മയ്ക്ക് ആദ്യം കാണണം. അവനവിടെ എത്തിയിട്ടുണ്ടാവും. എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു 10-20 മിനിറ്റ് കൂടെ പോകാനുണ്ട്. 20 നമുക്കിതില്ല വരെ പോവാം.
കൊച്ചിന് ക്ഷമയില്ല. എയർപോർട്ടിന്റെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കാണാനില്ലല്ലോ. അങ്ങനെ ദിൽജിത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. നമ്മൾ എയർപോർട്ടിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി കേട്ടോ. അപ്പോ 1.5 വർഷത്തിന് ശേഷമാണ് ദിൽജിത്ത് മാൾട്ടയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ടെർമിനൽ 3യിലാണ് അപ്പോ നമ്മുടെ ദിൽജിത്ത് ലാൻഡ് ചെയ്തത്. നേരെ ഇനി കുറച്ച് സമയം, നിമിഷങ്ങൾ കൂടി മാത്രം. എന്താണ് കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ? പൂവൊക്കെ കൊടുത്ത് നമുക്ക് വരണ്ടേ? ഇപ്പൊ ടെർമിനൽ 3യിലാണ്. മിനി കൂപ്പർ. ലെഫ്റ്റ് എന്നിട്ട് നേരെ. അയ്യോ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. വേഗം സമയങ്ങളുണ്ട. വെയിറ്റ് ചെയ്തോളൂ. 10 രൂപ. എത്ര രൂപയാന്ന് ചോദിക്കും. ടെർമിനൽ 3 അല്ലേ? അങ്ങോട്ടാണ് കാണിക്കുന്നത്. നമ്മളിത് ആ ടെർമിനൽ 3യിലെത്താൻ പോവാണ്. അയ്യോ, അയ്യോ, പൂവിനെ കുറിച്ച് പറയരുത്. ജിജോനെയൊക്കെ നോക്കൂ. എത്തി ഗൈസ്. നമ്മളങ്ങനെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇല്ല. വരൂ. ആ പേപ്പറിനകത്ത് ഇട്ടവൻ ചീത്തറയും. അപ്പൊ ഇച്ചാന്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയേക്കാണ് കേട്ടോ. എക്സൈറ്റഡ്. വെള്ളം. എനിക്ക് ഇത്തിരി വെള്ളം വേണം. എനിക്ക് എന്താ വേണം കാണണം. ഇച്ചാന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ദിൽജിത്ത് എന്തോ ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇച്ചാന്റെ ഇന്ന് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഇതാണ്. നിങ്ങളൊക്കെ ബ്ലാക്ക്, ഞാൻ മാത്രം ബ്ലാക്ക് അല്ല, ഞാൻ ബ്ലൂ ആണ്. ഏട്ടൻ അവന്മാരെന്തോ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വന്നേക്കെന്ന് പറഞ്ഞു. ഇവിടെയാണ് അറൈവൽ. നമ്മൾ എടു വന്നപ്പോ ഇവിടെ ആയിരുന്നു. ഓടിക്കേറോ മുകളിലോട്ട്? അവര് വെള്ളം കുടിക്കാൻ പോയേക്കണെന്ന്. ഇന്നലെ ഉച്ചയ്ക്കാണ് കേട്ടോ ദിൽജിത്ത് ഇവളോട് കാര്യം പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുടങ്ങി കിളി പോയിരിക്കാണ്. കിളിന്ന് പറഞ്ഞാൽ കിളിയേ ഇല്ല. റിലേ പോയിന്ന്. അപ്പൊ എനിക്ക് ആദ്യം അവനെ കാണണം. അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ വന്ന് എനിക്ക് നിന്നെ ആദ്യം പിക്ക് ചെയ്യണമെന്ന്. ഇവളാദ്യം പറഞ്ഞോണ്ട് എന്തായാലും ഇവളോട് പറയാണ്ട് വരാൻ പറ്റില്ല. അത് നമ്മളെ അറിയിച്ചിട്ടാണ് വന്നത്. പൂവൊക്കെ പിടിച്ച് റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കാണ്ടോ. പാവം ഇന്നലെ തുടങ്ങി ഉറങ്ങിയിട്ടില്ല അവള്. ദിൽജിത്ത് പറഞ്ഞ ഡ്രസ് കോഡൊക്കെ ഇട്ടതാ പയ്യന്മാരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പേര് സഞ്ജയ്, റെനീഷ്, പ്രണവ്. എല്ലാരും നമ്മള് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഉള്ളത്. ഇവിടെ ഒരാൾക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ നേരില്ല. എന്റെ ചേട്ടനൊക്കെ ഉണ്ടാവും. എന്നോട് അടുത്ത മാസം 23-ാം തീയതി പറഞ്ഞത്. ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പൊ ഡ്രസ്സ് എനിക്ക് കാണിച്ചു തന്നില്ലാന്ന് പറഞ്ഞു. നാളെ എയർപോർട്ടിൽ വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ ഇതാ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ ദിൽജിത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതൊരു പ്രവാസിയുടെയും ഒരു ഡ്രീം മൊമെന്റ് ആണ് കേട്ടോ അത്. സത്യമല്ലേ? കാരണം അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എല്ലാവരും ആയിട്ടിട്ട് കാണാൻ പോകുന്ന ആ ഒരു നിമിഷം.
വന്നല്ലോ നീ പോയി കെട്ടിപ്പിടിക്കും. എവിടെ ഒന്നും കണ്ടില്ല, ഒന്നും കിട്ടിയില്ല. ഇല്ല, ഞാൻ കരഞ്ഞു. എന്തിനാണാവോ യേശു ഒന്നും കിട്ടിയില്ല. അതൊന്നും വേണ്ട. ആരാണോ സെലിബ്രിറ്റി ആണെന്ന്. അങ്ങനെ നമ്മുടെ ദിൽജിത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താന്നറിയില്ല, സന്തോഷം കൊണ്ടാണ് സങ്കടം കൊണ്ടാണ് എന്റെ കണ്ണു നിറഞ്ഞു. അവിടെ നേരെ തന്നാലേ. അല്ല അവിടെ 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 നിന്റെ കാറാണ്. തിരിച്ചങ്ങോടും അപ്പൊ ദിൽജിത്തേ കുപ്പായൊക്കെ മാറില്ല, മുണ്ടിൽ കയറിയൊക്കെയാണ് ഇവൻ പ്ലാൻ ചെയ്തേക്കണ. എന്തോ ഒന്ന് സംതിങ് ഫിഷി. എല്ലാവരും മുണ്ട കൊടുത്തേക്കണം. അപ്പൊ ദിൽജിത്ത് പ്ലാൻ ചെയ്ത പോലെ അവരുടെ ഡ്രസ് കോഡൊക്കെ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇണക്കുരുവികൾ ഒന്നായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ദിൽജിത്തും അംബാസഡർ എടുത്തായിരുന്നേ. അപ്പോൾ മാൾട്ടയിൽ പോയതിന് ശേഷമാണ് അംബാസഡർ എടുത്തത്. അപ്പോൾ ദിൽജിത്ത് ഫസ്റ്റ് ടൈം അംബാസഡർ സ്വന്തമായി വാങ്ങിയ വണ്ടി കാണാൻ പോകുന്ന ഒരു മൊമെൻ്റാണ് കേട്ടോ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണ്. അപ്പോൾ ആ അംബാസഡർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദിൽജിത്തെ അങ്ങനെ ദിൽജിത്തിൻ്റെ വണ്ടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ചുറ്റിലുമാരോ കാവല കെട്ടിവലിഞ്ഞു തീവല, അതു വെട്ടിമുറിച്ചു പുറത്തു കടക്കുക രാമ. ഇത്തിരി നേരം മാറുക, ഒത്തിലൊടിച്ചേ കാക്കുക, എതിരാളി നടുങ്ങണ പോലെ കൊതിക്കട രാമ. തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും, മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു കണ്ണും, കളിയോ ഞാനാടും നേരനായില്ല. മതിയാവില്ലൊരു നാളിനു നല്ലൊരു നേരം, പോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിയും. അങ്ങനെ അവനെ പിക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ നേരം നമ്മുടെ എഡുവിനെ വിളിച്ചിട്ട് സർപ്രൈസ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് എഡുവിനെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ. ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ആരെടുത്ത പോലെ പോയി. അത് അങ്ങനെ ഗ്രീഷ്മയുടെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മയുടെ അച്ഛൻ ഇവിടെ അടുത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഗ്രീഷ്മയുടെ അച്ഛന് സർപ്രൈസ് എടുക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ അത്. ഹലോ, ഇത് നല്ല നേരെ പോരെ, ഒരു കോമഡി ആണല്ലോ. ഞാൻ മനസ്സിലാവൂല. ഇല്ല നീ പോട്ടെ, മനസ്സിലാവും നോക്കട്ടെ. മനസ്സിലായി, പ്രതീക്ഷിക്കണില്ലല്ലോ. ഒരു മോനെ ഇനി അങ്ങോട്ട് ഓടിച്ചല്ലോ. എടുക്ക് അച്ഛനെ വീഡിയോ എടുക്കരുത്, സർപ്രൈസ് ആയിട്ട്.
അമ്മയുണ്ടല്ലോ അല്ലേ വീട്ടില്? ഒതുക്കിട്ടെ പോയിക്കോ, ഞാൻ സൈക്കിളിന്റെ വരെയുള്ളൂ. സൈക്കിളിലാണോ? ആ ഒതുക്കിട്ടെ ഞാൻ വണ്ടി അടച്ചോ. ഇതെന്താണ് എല്ലാവരും നമുക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എടുക്കണേ. റൂമിൽ ചെന്ന് നോക്കിയാൽ അറിയാം എവിടെയെങ്കിലും. അയ്യോ എന്തേ അമിജി ഫോണടിക്ക് ചച്ച്. സോപ്പ് ഇടുമായിരിക്കും. അത് എടുത്ത് കമത്തിക്കളഞ്ഞ് ഇങ്ങനെ കഴിയുന്നുണ്ട്. പിന്നെ ഞങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? ആരാണ് ആരാണ്? അതൊന്ന് മാറ്റണം. എടാ ഇരുന്നേടാ, ഞാൻ എനിക്ക് വരുമ്പോ ഞാൻ വീഴും. നീ എവിടെയും വന്നാ വഴിയാണ് എവിടെയാ വന്നാ? ഞാൻ വന്നല്ലേ വരണുള്ളൂ. അമ്മക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ് കാണുമ്പോ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്നാ, ദിൽജിനെ പോലെ. ദിൽജിന്ന് ഞാൻ ഒട്ടും അതുമല്ല, ഇത് ഭയങ്കര ബൈക്കിനാണോ വന്നത്? രണ്ടുപേര് ഞങ്ങള് വന്നപ്പോ ഇങ്ങനെ ഇറങ്ങിയത്. ഞാൻ